റബ്ബർത്തുണ്ടി നെല്ലിയാമ്പതി പോകണം കേട്ടോ. നമ്മൾ ചെക്ക് പോസ്റ്റിലിപ്പോൾ നിൽക്കുകയാണ്. വണ്ടിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇതാണ് കേട്ടോ ചെറുനെല്ലി എസ്റ്റേറ്റാണ്. അപ്പോൾ ഇവിടെ മൊബൈലിൽ ടവറൊക്കെ ഉണ്ട്, അത് നോക്കിയാൽ കാണാൻ പറ്റും. മേലെ നോക്കിയാൽ ഇത് റബ്ബർ തൊടിയാണ് കേട്ടോ, പ്രൈവറ്റ് എസ്റ്റേറ്റാണ്. അതുപോലെ ചെറുനെല്ലി എസ്റ്റേറ്റിലേക്ക് വന്നിട്ട് കറണ്ട് എല്ലാം ഉപയോഗിക്കുന്ന ടവറിന് സോളാറാണ് കേട്ടോ. നെല്ലിയാമ്പതിൽ നല്ല തിരക്കാണ്. മലമ്പുഴയൊക്കെ അടച്ചതുകൊണ്ട് ഏകദേശമുള്ള ആൾക്കാർ മൊത്തം ഇങ്ങോട്ടേക്കാണ് വരുന്നത്. നോക്കി കണ്ട, വരി വരിയായിട്ടാണ് വണ്ടികൾ പോകുന്നത്. വരി വരിയായിട്ട് കല്യാണത്തിന് പോണ പോലെയാണ് ഭയങ്കര തിരക്കാണ്. ആന കാണാൻ വേണ്ടി ഫേമസ് ആയ ആനയും കുട്ടിയാണ് കേട്ടോ. അവർ ഇതുവഴി വന്ന് വെള്ളം കുടിക്കാമെന്നപ്പോൾ നമ്മൾ കണ്ടുമുട്ടിയത്. അപ്പോൾ ഓട്ടി പോകും. ഞങ്ങൾ ചോദിച്ചു, നല്ലൊരു ആംബിയൻസ് നോക്കിയിട്ട് താഴത്ത് വെച്ച കപ്പിയിൽ തേയിലത്തോട്ടം നാട്ടിലേക്ക് വന്നിട്ട് കഴിക്കണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു ബൈക്ക് റൈഡൊക്കെ എടുത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് ലൈറ്റായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ചായയൊക്കെ അടിച്ചിട്ട് പോയ ആൾക്കാണെങ്കിൽ ആ ഗ്യാസും പരിപാടി നെഞ്ചുവേനൊക്കെയാണ്. കപ്പ ഇരുന്ന് വെച്ച് വീട്ടിലാണ് കപ്പാണ്ട് വികാരമുണ്ട്. പണ്ട് എനിക്ക് ഓർമ്മ, ഞാൻ അവിടെ മത്തി വാങ്ങിച്ചിട്ട് ഡാമിൻ്റെ ഉള്ളിൽ പോയിട്ട് കഴിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട്. എരിവുണ്ടോ? ഉല്ലാസയാത്രൻ്റെ വണ്ടി. ഉല്ലാസയാത്രയല്ല, റൂട്ട് ബസ്സാണ്. ഉല്ലാസയാത്ര അത്ര. എങ്ങനെയുണ്ട് ഫുഡ്? എരിവുണ്ടോ? കറക്റ്റ് എരിവാണ് അല്ലേ? കളറിനനുസരിച്ചുള്ള എരിവൊന്നുമില്ല, കറക്റ്റ് എരിവാണ്. ഇത് നിങ്ങൾ കേട്ടോ. നമ്മുടെ വീട് എടുക്കാനാ പറയാ. നെല്ലിയാമ്പതി സ്കൂളാണ് കേട്ടോ. ആ